നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുരോഗമനത്തിന്റെ മുഖംമൂടിയിട്ട വർഗീയ പാർട്ടിയായി CPM മാറിയെന്ന് AICC അംഗം പ്രൊഫസർ KA തുളസി. പാലക്കാട്ട് സേവാദൾ ജില്ലാ കൺവെൻഷൻ. വർഗീയത കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കത്തെ ശക്തമായി പ്രതിരോധിക്കാൻ സേവാദളിന് കഴിയണമെന്നും പ്രൊഫസർ KA തുളസി. ബ്ലേഡ് മാഫിയയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന KSRTC കണ്ടക്ടർ മരിച്ചു. തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് പാലക്കാട് കുഴൽമന്ദം നടുവത്തറ സ്വദേശി മനോജ് മർദ്ദനത്തിനിരയായത് ഈ മാസം 9-ന്. ദേശമംഗലത്ത് വയോധികൻ വെട്ടേറ്റു മരിച്ചു. കൊല്ലപ്പെട്ടത് വാളേരിപ്പടി വീട്ടിൽ അയ്യപ്പൻ. സംഭവത്തിൽ പേരക്കുട്ടി 28 വയസ്സുള്ള രാഹുൽ പോലീസ് കസ്റ്റഡിയിൽ. രാഹുൽ മാനസികാസ്വാസ്ഥ്യമുള്ള വ്യക്തിയെന്ന് പോലീസ്. പാലിയേക്കരയിൽ 40 കിലോ കഞ്ചാവുമായി പാലക്കാട് സ്വദേശികളായ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് മണ്ണൂർ പ്ലാക്കൽ വീട്ടിൽ കൃഷ്ണദാസ്, കടലക്കുറിശി പുത്തൻപുര വീട്ടിൽ കൃഷ്ണപ്രസാദ് എന്നിവർ. 2 കാറുകളിലായി ബാംഗ്ലൂരിൽ നിന്നാണ് ഇരുവരും കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പോലീസ്. ഭാരതപ്പുഴയിലെ വാണിയംകുളം മാന്നന്നൂർ ഉരുക്കുതടയണ പുനർനിർമ്മാണം അടുത്ത മഴക്കാലത്തിനു മുമ്പ് പൂർത്തിയാക്കുമെന്ന് P. മമ്മിക്കുട്ടി MLA. നിർമ്മാണം പൂർത്തിയാക്കാൻ കൂടുതൽ തുക ആവശ്യമായി വന്നാൽ ഫണ്ട് കണ്ടെത്താൻ ഇടപെടൽ നടത്തും. ജനപ്രതിനിധികളും കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. വാർത്തകൾ വിശദമായി. പുരോഗമനത്തിന്റെ മുഖംമൂടിയിട്ട വർഗീയ പാർട്ടിയായി CPM മാറിയെന്ന് AICC അംഗം പ്രൊഫസർ KA തുളസി. പാലക്കാട്ട് സേവാദൾ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KA തുളസി. വർഗീയത കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ സേവാദൾ പ്രവർത്തകർ സജീവമായി രംഗത്തുണ്ടാകണമെന്നും പ്രൊഫസർ KA തുളസി അഭ്യർത്ഥിച്ചു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയുടെ വിജയം സേവാദൾ പ്രവർത്തകർ ഉറപ്പാക്കണമെന്നും KA തുളസി ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് രംഗത്തെ വർഗീയതയ്ക്കുള്ള വേദിയായാണ് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കാണുന്നത്. എന്നാൽ വർഗീയതയെ അംഗീകരിക്കില്ലെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രഖ്യാപിച്ചത്. ഒരേ സമയം പുരോഗമനത്തെക്കുറിച്ച് പറയുകയും വർഗീയമായി ചിന്തിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ജാഗ്രത വേണം. മതനിരപേക്ഷതയാണ് നമ്മുടെ ലക്ഷ്യമെന്നും KA തുളസി പറഞ്ഞു. യൂണിഫോമുള്ള ഓർഗനൈസേഷനാണ് നമ്മുടെ സേവാദൾ. മറ്റു നമുക്ക് ആർക്കും തന്നെ യൂണിഫോം ഇല്ല. അപ്പൊ സേവാദളിനാണ് ആ യൂണിഫോം ഇട്ട് പാർട്ടിക്കും ഈ രാജ്യത്തിനും ജനങ്ങൾക്കും ഒക്കെ സേവനം അനുഷ്ഠിക്കാനുള്ള അപൂർവമായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നത്. എത്രയോ വർഷങ്ങളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അവിഭാജ്യ ഘടകവും പോഷക സംഘടനയുമായിട്ടാണ് നമ്മുടെ ഈ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സേവാദൾ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരിക ഒരു അച്ചടക്കമുള്ള ഒരു കൂട്ടം ആളുകൾ എന്നുള്ളതാണ്. പലപ്പോഴും നമുക്കറിയാം, പൊതുസമൂഹത്തിൽ നമ്മുടെ മാതൃപ്രസ്ഥാനത്തിന് പലതരത്തിലുള്ള അവമതിപ്പുണ്ടാക്കുന്ന പല കാര്യങ്ങളും, അത് വാക്കുകൾ കൊണ്ടാണെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ടാണെങ്കിലും അപൂർവം വളരെ ചുരുക്കം ചില ആളുകളിൽ നിന്നെങ്കിലും ഒക്കെ പല സാഹചര്യങ്ങളിൽ ഉണ്ടാകാറുണ്ട്. പക്ഷേ സേവാദളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ മിതത്വപൂർണമായിട്ടുള്ള സംസാരവും പക്വമായിട്ടുള്ള പ്രവർത്തനവുമാണ് എല്ലാ കാലഘട്ടത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വം പ്രതീക്ഷിച്ചതും. സേവാദൾ ജില്ലാ പ്രസിഡന്റ് ചെറൂട്ടി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് A. തങ്കപ്പൻ, മണികണ്ഠൻ C. പ്രകാശ്, ബാബു ജോസഫ്, പ്രാണേഷ് അനിൽ, TK റഫീഖ്, രഞ്ജിത്ത്, അനിൽ മഹാലിംഗം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശമംഗലത്ത് വയോധികനെ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. ദേശമംഗലം എസ്റ്റേറ്റ് പടിക്ക് സമീപം താമസിക്കുന്ന വാളേരിപ്പടി വീട്ടിൽ 76 വയസ്സുള്ള അയ്യപ്പനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ മകളുടെ മകൻ 28 വയസ്സുള്ള രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ദേശമംഗലം എസ്റ്റേറ്റ് പടിയിൽ ഞായറാഴ്ച രാവിലെ 9:30-ഓടെയാണ് സംഭവം. മാനസികാസ്വാസ്ഥ്യമുള്ള രാഹുൽ ചികിത്സയ്ക്ക് ശേഷം ഞായറാഴ്ച രാവിലെയാണ് മടങ്ങിയെത്തിയതെന്നും തുടർന്ന് അയ്യപ്പനെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. ചെറുതുരുത്തി പോലീസ് സംഭവസ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. വിരലടയാള വിദഗ്ധരും ഉന്നത വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. വിവരമറിഞ്ഞ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവും വാർഡ് പ്രതിനിധികളും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. മരിച്ച അയ്യപ്പേട്ടൻ്റെ മകളുടെ മകനാണ് ചെയ്തിട്ടുള്ളത്. അവന് മാനസിക രോഗിയാണെന്നാണ് പറയുന്നത്. കാലത്ത് അയ്യപ്പേട്ടനും ഭാര്യയും എല്ലാവരും കൂടി അവന് കഴിക്കാനുള്ള ഭക്ഷണം അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ളതാണ്. അതിനിടയിലാണ് കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച്
വെട്ടിക്കൊലപ്പെടുത്തിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ബ്ലേഡ് മാഫിയയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന KSRTC കണ്ടക്ടർ മരിച്ചു. പാലക്കാട് കുഴൽമന്ദം നടുത്തറ വീട്ടിൽ 39 വയസ്സുള്ള K മനോജാണ് തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ഈ മാസം 9-ന് കുളവൻമുക്കിലെ സാമ്പത്തിക ഇടപാടുകാർ മനോജിന് നൽകിയ പണം തിരിച്ചു കിട്ടാൻ വൈകിയതിനെ ചൊല്ലി ആക്രമിച്ചുവെന്നാണ് ബന്ധുക്കൾ പോലീസിന് നൽകിയ മൊഴി. ആക്രമണമുണ്ടായ ദിവസം വൈകിട്ട് അവശനിലയിൽ സഹോദരി താമസിക്കുന്ന കൊടുവായൂരിലെ വാടക വീട്ടിലേക്ക് മനോജ് എത്തുകയായിരുന്നു. ആരോഗ്യസ്ഥിതി മോശമായതിനു പിന്നാലെയാണ് മനോജിനെ തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. മരണകാരണമാവുന്ന നിരവധി പരിക്കുകൾ മനോജിന്റെ ശരീരത്തിലുണ്ടായിരുന്നുവെന്ന് പരിചരിച്ച ഡോക്ടർമാരും പോലീസിനെ അറിയിച്ചിട്ടുണ്ട്. ബന്ധുക്കളുടെ പരാതിയിൽ പുതുനഗരം കുഴൽമന്ദം സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ആക്രമിച്ചവരെക്കുറിച്ചും കാരണം സംബന്ധിച്ചും അന്വേഷണം തുടങ്ങി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഭാരതപ്പുഴയിലെ വാണിയംകുളം മാന്നനൂർ ഉരുക്ക് തടയണയുടെ പുനർനിർമ്മാണം അടുത്ത വർഷക്കാലത്തിനു മുമ്പ് പൂർത്തിയാക്കുമെന്ന് പി മമ്മിക്കുട്ടി MLA. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്കൊപ്പം സ്ഥലം സന്ദർശിച്ച ശേഷം STVയോട് സംസാരിക്കുകയായിരുന്നു MLA. ഭാരതപ്പുഴയിൽ വാണിയംകുളം മാന്നനൂരിൽ നിർമ്മാണം നടക്കുന്നതിനിടെ തകർന്നു വീണ സംരക്ഷണ ഭിത്തിയും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും നേരിട്ട് കാണുന്നതിനായാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ചത്. പി മമ്മിക്കുട്ടി MLAയും ഉദ്യോഗസ്ഥർക്കൊപ്പമുണ്ടായിരുന്നു. വർക്ക് നടന്നു വരികയായിരുന്നു. ഇത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ ഒരു ഡൈവേർഷൻ ഒരുപക്ഷെ ഒഴിവായി കിട്ടിയേനെ. വർക്ക് നമുക്ക് ചെയ്യാൻ കഴിയുന്ന സ്പീഡിൽ ഈ വർക്ക് ചെയ്തു വന്നതാണ്. കാരണം ഒരു 2 സീസണെങ്കിലും എടുക്കും ഈ ഒരു ഇങ്ങനെയുള്ള വർക്ക് പൂർത്തിയാക്കാൻ. ഒരു സീസൺ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിച്ചു. പക്ഷെ ഒരു 2 ആഴ്ചയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം. എങ്കിൽ പോലും അറിയാമല്ലോ, 2018 പോലുള്ള ഒരു പ്രളയമാണ് വന്നത്. അതും വളരെ ചെറിയൊരു സമയം കൊണ്ട്. അപ്പോൾ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചത്. പുഴയിലെ വെള്ളത്തിന്റെ ഒഴുക്കിന് ശക്തി കൂടിയതാണ് സംരക്ഷണ ഭിത്തി തകരാൻ കാരണമായത്. നിർമ്മാണങ്ങളും തുടർ പ്രവർത്തനങ്ങളും ഉദ്യോഗസ്ഥർ MLAയുമായി ചർച്ച ചെയ്തു. വെള്ളത്തിന്റെ ഒഴുക്ക് കുറഞ്ഞാൽ പുനർനിർമ്മാണം ആരംഭിക്കും. സംരക്ഷണ ഭിത്തി കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനായി പദ്ധതിയിൽ പുനഃക്രമീകരണം നടത്തുമെന്നും ഉരുക്ക് തടയണയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് നിലവിൽ അനുവദിച്ച തുകയിൽ കൂടുതൽ ആവശ്യമായി വന്നാൽ അതിന് വേണ്ട ഇടപെടലുകൾ നടത്തുമെന്നും MLA പറഞ്ഞു. അപ്പോൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള വെള്ളക്കുത്താണ് വന്നത്. അപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഉരുക്ക് തടയണയുടെ ചില ഭാഗങ്ങൾ, പാർശ്വവൃത്തികൾ, അതിൻ്റെ ഭാഗമായിട്ട് ഡാമേജ്, വെള്ളം ഒന്നിച്ച് കുത്തൊഴുക്കോട് കൂടിപ്പോയി അതിൻ്റെ. അപ്പോൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങളൊന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാൻ തിരുവനന്തപുരത്ത് കിഡ്കിൻ്റെ CEO ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ഈ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലത്ത് വരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. പിന്നെ മുമ്പ് ആ പ്രളയത്തിൻ്റെ ഇടയിൽ നമ്മളൊന്ന് വന്നു, അന്ന് ഇങ്ങോട്ട് വന്നില്ല. ആ പ്രളയത്തിൽ അതെ, റെയിൽവേ സ്റ്റേഷൻ്റെ ഓവർബ്രിഡ്ജിൽ നിന്നിട്ടാണ് ഞങ്ങളത് കണ്ടുപോയത്. അപ്പോൾ അതുകൂടി കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബന്ധപ്പെട്ട കിഡ്കിൻ്റെ CEO ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ സൈറ്റ് ഒന്ന് സന്ദർശിക്കണം എന്ന് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇന്ന് രാവിലെയാണ് വിളിച്ചു പറഞ്ഞത് അവർ ഇന്ന് വരുന്നുണ്ട് എന്ന്. അപ്പോൾ ആയിക്കോട്ടെ, സൈറ്റ് കാണാം എന്ന നിലക്കാണ് ഇപ്പോൾ ആ സൈറ്റ് കാണിച്ച് ഇവരെയൊക്കെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകും. അടുത്ത മഴക്കാലത്തിനു മുമ്പ് പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്നും ഫണ്ടിൻ്റെ പരിമിതി പരിശോധിക്കുമെന്നും CEO S തിലകൻ പറഞ്ഞു. വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ, പഞ്ചായത്ത് അംഗങ്ങളായ TG ശാലിനി, സുജിത് P രാജ്, GM ജോസഫ് സ്കറിയ, DGM CA ജമാലുദ്ദീൻ, പ്രൊജക്ട് കോർഡിനേറ്റർ ലഖാൻ മുരാരി, പ്രൊജക്ട് എഞ്ചിനീയർ P റഹാരീസ്, K കൃഷ്ണകുമാർ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലിയേക്കര ടോൾ പ്ലാസയിൽ 40 കിലോ കഞ്ചാവുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. 2 കാറുകളിലാണ് പ്രതികൾ കഞ്ചാവ് കടത്തിയിരുന്നത്. പാലക്കാട് സ്വദേശികളായ മണ്ണൂർ പ്ലാക്കൽ വീട്ടിൽ 42 വയസ്സുള്ള കൃഷ്ണദാസ്, കടലക്കുറിശി പുത്തൻപുര വീട്ടിൽ 47 വയസ്സുള്ള കൃഷ്ണപ്രസാദ് എന്നിവരാണ് പിടിയിലായത്. ഞായറാഴ്ച പുലർച്ചെ ചാലക്കുടി DYSP സ്ക്വാഡും തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും പുതുക്കാട് പോലീസും ചേർന്നാണ് ഇവരെ പിടികൂടിയത്. ബാംഗ്ലൂരിൽ നിന്നാണ് ഇരുവരും കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പോലീസ് പറഞ്ഞു. 40 കിലോഗ്രാം കഞ്ചാവാണ് ഇരുവരിൽ നിന്നും പിടിച്ചെടുത്തത്. 2 കാറുകളിലായാണ് കഞ്ചാവ് കടത്തിയിരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
വയനാട്ടിലെ ദുരിതബാധിതർക്ക് കൈത്താങ്ങായി ഡിവൈഎഫ്ഐ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ ധനസമാഹരണത്തിനായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ മങ്കര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. CPM ലോക്കൽ സെക്രട്ടറി ER ശശി ഉദ്ഘാടനം ചെയ്തു. CPM നേതാക്കളായ രാധാകൃഷ്ണൻ, ചെന്താമര, ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷറർ AR മനോജ്, മേഖലാ സെക്രട്ടറി ER രൂപേഷ്, മേഖലാ പ്രസിഡന്റ് റഫീഖ്, രമ്യ, രാധാകൃഷ്ണൻ അതിർക്കാട്, മങ്കര പഞ്ചായത്ത് ഉപാധ്യക്ഷ മല്ലിക, സൂരജ്, മഹേഷ്, തുളസീദാസ്, വിഷ്ണു, ശിവദാസ് തുടങ്ങിയവർ സംസാരിച്ചു. 110 രൂപ നിരക്കിൽ 1500ഓളം പേർക്കാണ് ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. ലഭിക്കുന്ന തുക മുഴുവനായും ഡിവൈഎഫ്ഐയുടെ 25 വീടെന്ന പദ്ധതിയിലേക്ക് കൈമാറും. ബിരിയാണി ചാലഞ്ചിന് ഡിവൈഎഫ്ഐയുടെ 50ഓളം പ്രവർത്തകരാണ് നേതൃത്വം നൽകി വരുന്നത്. അതിൽ തികയാതെ വരുന്ന തുക തികയാതെ വരുന്ന സാഹചര്യത്തിൽ പോരാ എന്ന് തോന്നുന്ന സാഹചര്യത്തിലാണ് ബിരിയാണി ചലഞ്ച് പോലുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങളുമായി ഡിവൈഎഫ്ഐ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മങ്കരയിലെ ഡിവൈഎഫ്ഐ എന്ന യുവജന പ്രസ്ഥാനം ഇപ്പോൾ ബിരിയാണി ചലഞ്ചുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. 1500-ലധികം വരുന്ന ബിരിയാണി പൊതികൾ പാക്ക് ചെയ്ത് വീടുകളിൽ എത്തിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വിഹിതം ഈ ദുരിതം അനുഭവിക്കുന്നതിന് വേണ്ടി നൽകാനായിട്ടാണ് ഡിവൈഎഫ്ഐ എന്ന പ്രസ്ഥാനം ഇന്ന് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രസ്ഥാനത്തിന് 25 വീടുകളാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ പുറത്തേക്കിറങ്ങേണ്ട വഴിയിലൂടെ അകത്തേക്ക് പ്രവേശിച്ച സ്വകാര്യ ബസ് ഇടിച്ച് യുവതിക്ക് പരിക്ക്. ആൽത്തറ സ്വദേശിനി 24 വയസ്സുള്ള ആദിത്യയ്ക്കാണ് പരിക്കേറ്റത്. രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. കുന്നംകുളം ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷോണി ബസ്സാണ് തെറ്റായ ദിശയിൽ വന്ന് യുവതിയെ ഇടിച്ചത്. പരിക്കേറ്റ യുവതിയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം കുന്നംകുളം മുനിസിപ്പാലിറ്റിക്ക് സമീപത്തെ റൺവേയിലും ഈ സ്വകാര്യ ബസ് ബൈക്ക് യാത്രികനെ ഇടിച്ച് അപകടം സംഭവിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിലെ അതിർക്കാട് പാലക്കുറിശിപ്പറമ്പ് റോഡ് നാടിന് സമർപ്പിച്ചു. കെ പ്രേംകുമാർ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 20 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് നവീകരിച്ചത്. റോഡിന്റെ ഉദ്ഘാടനം കെ പ്രേംകുമാർ MLA നിർവഹിച്ചു. അപ്പോൾ നമ്മുടെ നാടിനെ വികസനത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ റോഡ് വികസനത്തിന് വലിയ പങ്കുണ്ട്. ഇന്നലെ ജീവിച്ചതിനേക്കാൾ നന്നായി ജീവിക്കാനാണ് നാം ആഗ്രഹിക്കുന്നത്. അത്തരം സൗകര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ് നാടിനെ സംബന്ധിച്ച്, നമ്മെ സംബന്ധിച്ച് വികസനം എന്ന് പറയുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അധ്യക്ഷയായി. പഞ്ചായത്തിലെ 6, 7, 8 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന റോഡാണിത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സുരേഷ്, വൈസ് പ്രസിഡന്റ് A നസ്രീൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P വിജയകുമാർ, K ഹരി, K സുമ, PK പ്രമോദ്, R രത്നം, K സന്തോഷ് കുമാർ, AE സബ്ന തുടങ്ങിയവർ സംസാരിച്ചു. ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്ത് ഓവർസിയർ സുദർശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 7ാം വാർഡ് മെമ്പർ സുജിനി സ്വാഗതവും PV ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പൊന്നിൻ ചിങ്ങത്തെ വരവേറ്റ് ഭക്തിസാന്ദ്രമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലംനിറ. രാവിലെ 6:18 മുതൽ 7:54 വരെയുള്ള മുഹൂർത്തത്തിൽ കൊടിമരച്ചുവട്ടിലാണ് ചടങ്ങ് നടന്നത്. ചടങ്ങിനോടനുബന്ധിച്ച് ദർശന നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. ആദ്യ കൊയ്ത്തിന്റെ നെല്ല് ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്ന പുണ്യപ്രസിദ്ധമായ ചടങ്ങിനുള്ള കതിർക്കറ്റകൾ കഴിഞ്ഞ ദിവസം തന്നെ എത്തിയിരുന്നു. അഴീക്കൽ മനയം പാരമ്പര്യ അവകാശി കുടുംബാംഗങ്ങളാണ് കതിർക്കറ്റകൾ കിഴക്കേ ഗോപുരത്തിന് സമീപം എത്തിച്ചത്. പുലർച്ചെ ഗോപുര കവാടത്തിൽ അരിമാവണിഞ്ഞ് നാക്കില വെച്ചതിൽ സമർപ്പിച്ച ശേഷം കീഴ്ശാന്തി നമ്പൂതിരി തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തി നാലമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ച് ക്ഷേത്രം പ്രദക്ഷിണം വെച്ച് ശ്രീകോവിലിന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ വരിവരിയായി കതിർക്കറ്റകൾ സമർപ്പിച്ച ശേഷം ക്ഷേത്രം മേൽശാന്തി സർവൈശ്വര്യ പൂജയും ലക്ഷ്മി പൂജയും നടത്തി. കതിരുകളിൽ ഒരു പിടി പട്ടിൽ പൊതിഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ശ്രീലകത്ത് ചാർത്തി. പൂജിച്ച കതിർക്കറ്റകൾ ഭക്തർക്ക് പ്രസാദമായി നൽകിയതോടെ ചടങ്ങുകൾക്ക് സമാപനമായി. ഇല്ലംനിറയുടെ തുടർച്ചയായുള്ള തൃപ്പുത്തരി ഓഗസ്റ്റ് 28 നടക്കും. രാവിലെ 9:35 മുതൽ 11:40 വരെയുള്ള മുഹൂർത്തത്തിലാണ് തൃപ്പുത്തരി. പുന്നെല്ലിൻ്റെ അരി കൊണ്ടുള്ള പായസവും അപ്പവും ശ്രീ ഗുരുവായൂരപ്പന് നേദിക്കും.
അന്നേ ദിവസത്തെ വിശേഷ പുത്തരി പായസം പ്രധാനമാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടായി അപ്പുണ്ണി വായനശാല ഏർപ്പെടുത്തിയ ജനകീയ യുവ കർഷക പുരസ്കാരം സമ്മാനിച്ചു. പെരിങ്ങോട്ടുകുറിശി സ്വദേശി AP പ്രമോദാണ് പുരസ്കാരത്തിന് അർഹനായത്. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അംഗം ഷെനീൻ മന്ദിരാട് പുരസ്കാരം വിതരണം ചെയ്തു. ജോയിന്റ് സെക്രട്ടറി A. അജിത അധ്യക്ഷയായി. വായനശാല സെക്രട്ടറി KA അജേഷ് പരിപാടി വിശദീകരിച്ചു. അജ്മൽ മാങ്കാവ്, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ V. ഗിരിജ, K. പത്മാവതി, KG സ്മിത, S. സുജിത, A. സറീന, ലൈബ്രറിയൻ V. ചിത്ര തുടങ്ങിയവർ സംസാരിച്ചു. ബാലവിധി കുട്ടികൾ അവതരിപ്പിച്ച പ്രസംഗവും പാട്ടും കവിതകളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വാടാനംകുറിശി ആരഭി കലാസമിതി ഗ്രന്ഥശാലയിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജലജ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. വാടാനംകുറിശി ആരബി കലാസമിതി ഗ്രന്ഥശാലയുടെയും ഷൊർണൂർ ലയൺസ് ക്ലബിന്റെയും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ പ്രമേഹ രോഗ പരിശോധന, നേത്രരോഗ ചികിത്സ, തിമിര ശസ്ത്രക്രിയാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ക്യാമ്പിൽ ഡോക്ടർ K. വേണുഗോപാൽ വിഷയാവതരണം നടത്തി. ഇന്ന് ഈ അസുഖം ഗ്രാമങ്ങളിൽ കുറവ് എന്നോ നഗരങ്ങളിൽ കൂടുതൽ കാണുന്നെന്നോ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. നഗരങ്ങളിൽ കൃത്യമായി ഈ രോഗത്തെ സംബന്ധിച്ച് ജനങ്ങളെല്ലാം ബോധവാന്മാരാണ്. അവർ കൃത്യസമയത്ത് തന്നെ രോഗം മോണിറ്റർ ചെയ്യുന്നു, കൃത്യസമയത്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു. അതുകൊണ്ട് ഈ രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻ നഗരങ്ങളിൽ കുറവും, ഗ്രാമങ്ങളിലാണെങ്കിൽ ഇതിൻ്റെ അവബോധത്തിൻ്റെ കുറവ്. ചടങ്ങിൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് രാധാ വേണുഗോപാൽ അധ്യക്ഷയായി. ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, പ്രഭാകരൻ, V. ശ്രീരഞ്ജ് തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പിൽ 100ഓളം പേർ ചികിത്സയ്ക്കായി എത്തി. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രധാന വാർത്തകൾ വീണ്ടും. പുരോഗമനത്തിന്റെ മുഖംമൂടിയിട്ട വർഗീയ പാർട്ടിയായി CPM മാറിയെന്ന് AICC അംഗം പ്രൊഫസർ KA തുളസി. പാലക്കാട്ട് സേവാദൾ ജില്ലാ കൺവെൻഷൻ. വർഗീയത കൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കത്തെ ശക്തമായി പ്രതിരോധിക്കാൻ സേവാദളിന് കഴിയണമെന്നും പ്രൊഫസർ KA തുളസി. ബ്ലേഡ് മാഫിയയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന KSRTC കണ്ടക്ടർ മരിച്ചു. തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് പാലക്കാട് കുഴൽമന്ദം നടുവത്തറ സ്വദേശി മനോജ് മർദ്ദനത്തിനിരയായത് ഈ മാസം 9-ന്. ദേശമംഗലത്ത് വയോധികൻ വെട്ടേറ്റു മരിച്ചു. കൊല്ലപ്പെട്ടത് വാളേരിപ്പടി വീട്ടിൽ അയ്യപ്പൻ. സംഭവത്തിൽ പേരക്കുട്ടി 28 വയസ്സുള്ള രാഹുൽ പോലീസ് കസ്റ്റഡിയിൽ. രാഹുൽ മാനസികാസ്വാസ്ഥ്യമുള്ള വ്യക്തിയെന്ന് പോലീസ്. പാലിയേക്കരയിൽ 40 കിലോ കഞ്ചാവുമായി പാലക്കാട് സ്വദേശികളായ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് മണ്ണൂർ പ്ലാക്കൽ വീട്ടിൽ കൃഷ്ണദാസ്, കടലക്കുറിശി പുത്തൻപുര വീട്ടിൽ കൃഷ്ണപ്രസാദ് എന്നിവർ. 2 കാറുകളിലായി ബാംഗ്ലൂരിൽ നിന്നാണ് ഇരുവരും കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പോലീസ്. ഭാരതപ്പുഴയിലെ വാണിയംകുളം മാന്നന്നൂർ ഉരുക്കുതടയണ പുനർനിർമ്മാണം അടുത്ത മഴക്കാലത്തിനു മുമ്പ് പൂർത്തിയാക്കുമെന്ന് P. മമ്മിക്കുട്ടി MLA. നിർമ്മാണം പൂർത്തിയാക്കാൻ കൂടുതൽ തുക ആവശ്യമായി വന്നാൽ ഫണ്ട് കണ്ടെത്താൻ ഇടപെടൽ നടത്തും. ജനപ്രതിനിധികളും കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.